ഹായ് ഹലോ അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ കുവൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടിപ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഞാനൊന്ന് പുറത്തിറങ്ങുന്നത്. കാരണം ഫ്ലൂ സീസൺ ആയതുകൊണ്ട് അറിയാലോ, വന്നപാടെ തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സമയം ഒരു 5:30-6 മണി എന്തോ ആയിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു 8 മണി 9 മണീൻ്റെ ആ ഒരു പ്രതീതി കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മൾ പോകുന്ന ലുലുവിലേക്കാണ്. നമുക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇത്തവണ വന്നിട്ട് എന്താണെന്നറിയില്ല, പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല മടിയാണ്. റൂമിൽ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത്. തള്ള വൈബൊക്കെ ആയി തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം, എനിക്കിങ്ങനെ കണ്ണിൽ കാണുന്നൊക്കെ മേടിക്കാൻ തോന്നും. പക്ഷെ ഇത്തവണ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അധികം വേറൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ വന്നത് പനഡോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മേടിക്കുന്ന 2 ഐറ്റവും വേറൊരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഡോളോ എപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറ് കേട്ടോ പതിവ്. പിന്നെ നമ്മൾ അടുത്തത് കുക്കറാണ് വേണ്ടത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി മേളിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ കുറേ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ നമ്മൾ നേരെ നമുക്ക് വേണ്ട സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു സെഷൻ നമ്മൾ നോക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് എനിക്ക് ഈ പാത്രങ്ങളൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പ്രസ്റ്റീജ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 3 ലിറ്ററിൻ്റെ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ 5 ലിറ്ററോ മറ്റോ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഫുഡ് മേടിച്ച് റൂമിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ നമ്മൾ ചിക്കൻ ന്യൂഡിൽസ് ആട്ടോ മേടിച്ചേ. ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒരു പവർ നോക്കിക്കേ. അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.